ഞാനുള്ളത് കോഴിക്കോട് കളക്ട്രേറ്റിലാണ്. ഞാനിവിടെ കളക്ടറെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറെയോ മറ്റു ഉദ്യോഗസ്ഥരെയോ ഒന്നും കാണാൻ വേണ്ടി വന്നതല്ല. ഡെപ്യൂട്ടി കളക്ടറുടെ ഡ്രൈവറെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഡെപ്യൂട്ടി കളക്ടറുടെ ഡ്രൈവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ഡെപ്യൂട്ടി കളക്ടറുടെ ഡ്രൈവർ ഒരു 20 വയസ്സുകാരിയായ പെൺപുലിയാണ് ഗായത്രി വിനോദ്. ഗായത്രി, എങ്ങനെയാണ് ഡെപ്യൂട്ടി കളക്ടറുടെ സ്ഥാനത്തെയായത്? അച്ഛൻ്റെ ഡ്രൈവിംഗ് ആണിത്, കാറാണ്. അപ്പം അത് താൽക്കാലികമായിട്ട് ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഞാൻ എടുത്തു. ഇപ്പോൾ വെക്കേഷൻ വന്നതാണല്ലേ? അതെ അതെ, വെക്കേഷന് ഡൽഹിയിലാണ് ഞാൻ പഠിക്കുന്നത്, ഏവിയേഷന്. അത് കഴിഞ്ഞിട്ടിപ്പം ലീവിന് വന്നതാണ്. അപ്പം അച്ഛനിങ്ങനെ അച്ഛന് ഇങ്ങോട്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ ഗായത്രി അങ്ങോട്ട് സ്വമേധയാ പറഞ്ഞതാണോ? എനിക്കും ഇതേമാതിരി ഡ്രൈവിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം ഞാനും പറഞ്ഞായിരുന്നു അങ്ങനെ അച്ഛൻ ചോദിച്ചപ്പോൾ. അച്ഛൻ ഇവിടെ സ്ഥിരം ജീവനക്കാരനാണ്? ഇവിടെ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പോൾ വെക്കേഷൻ വന്ന സമയത്ത് ഇതൊരു എക്സ്പീരിയൻസ് ആയി കാണും അല്ലേ? ഇങ്ങനെ മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല, ഇതെൻ്റെ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ പോകുന്നത്. ഇവിടെ സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട്? അങ്ങനെ പോകുമ്പം ഡെപ്യൂട്ടി കളക്ടർ കൂടിയാണ്, ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ടാകും. പരിചയമൊക്കെ ഉണ്ടോ സ്ഥലങ്ങൾ? അത്യാവശ്യം അറിയാം, പക്ഷെ വേറെ ഇനി കൂട്ടിന് ആളുണ്ട്, അപ്പം അവർ പറഞ്ഞുതരും സ്ഥലമൊക്കെ. ഡ്രൈവിങ്ങിനോട് പ്രത്യേക ഇഷ്ടം തന്നെയാണോ? നല്ല ഇഷ്ടമാണ്. ഞാൻ നേരത്തെ ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെന്ന്, 18 വയസ്സാവണമെന്ന് കാത്തിരിക്കുകയായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം പോയി വന്നത് ഫസ്റ്റ് ഡ്രൈവിംഗ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ് വന്നത്? അല്ല, നേരത്തെ ചാത്തമംഗലം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കളക്ടറിനെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പം തിരിച്ചു വന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഗായത്രി താൽക്കാലികമായിട്ടാണ് ഇവിടെ ഡെപ്യൂട്ടി കളക്ടറുടെ ഡ്രൈവറായി വന്നിരിക്കുന്നത്. അച്ഛൻ ഇവിടെ കളക്ടറേറ്റിലെ ഡ്രൈവറാണ്. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.